ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പാക്കണമെന്ന് ശ്രീഭദ്ര സമസ്ത നായർ സമാജം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നായർ സമുദായം സർക്കാരിൽ നിന്ന് നേരിടുന്ന കടുത്ത അവഗണനയ്ക്കെതിരെ ഒരു നിലപാടുമില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴത്തെ സെക്രട്ടറി സ്വീകരിക്കുന്നത്. സമസ്ത നായർ സമാജം പ്രവർത്തനം ആരംഭിച്ച് കേരളത്തിലെ നായർ സമുദായത്തിൻ്റെ ഇടയിൽ ആശങ്ക നഷ്ടപ്പെട്ടു പോയ നിരാലംബരായിട്ട് നിൽക്കുന്ന സമുദായ അംഗങ്ങൾക്ക് ഒരു പിടിവള്ളിയായിട്ടാണ് ഇന്ന് സമസ്ത നായർ സമാജം നിലകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ, കരയോഗം സെക്രട്ടറി നരേന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ തന്നെ, ഞങ്ങളുടെ ഹെഡ് ഓഫീസ് വെള്ളികുന്നത്താണ്, വിദ്യാധിരാജപുരത്താണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഷ്ഠ ചട്ടമ്പി സ്വാമികളുടെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത് വള്ളികുന്നത്താണ്. ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഗുരുവായിട്ട്, നായർ സമുദായത്തിൻ്റെ ഗുരുവായിട്ടും ആചാര്യനായിട്ടും പൂജനീയ സ്വാമിജിയാണ് എല്ലാ ഭവനങ്ങളിലും എല്ലാ നായർ സമുദായ അംഗങ്ങളോടും പറഞ്ഞുകൊണ്ട് ആ സ്വാമിജിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. സമുദായ വിരുദ്ധ നിലപാടിൻ്റെ ഉദാഹരണമാണ് ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷനോട് സ്വീകരിച്ച സമീപനം. 2021 സംസ്ഥാനത്തെ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 5 കുടുംബങ്ങളെ വീതം പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ ചെയർമാനായ കമ്മീഷനെ നിയോഗിച്ചു. ഈ പഠനം പൂർത്തിയാക്കി 2022 മാർച്ച് 8 സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് കിട്ടി 3 വർഷം കഴിഞ്ഞിട്ടും നിയമസഭയിൽ ഇത് അവതരിപ്പിക്കാനോ നടപ്പിലാക്കുവാനോ സർക്കാർ തയ്യാറായില്ല. 160-ലധികം മുന്നോക്ക മുദ്ര ചാർത്തപ്പെട്ട സമുദായങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കാൻ തയ്യാറാവാത്തത് എന്നും ദരിദ്ര നായരെ ഇന്നത്തെ NSS നേതൃത്വം ഒരിക്കലും പരിഗണിച്ചിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. സർക്കാരിൻ്റെ സമുദായ വിരുദ്ധ നിലപാടിനോടും NSSന്റെ നായർ വിരുദ്ധ നിലപാടിനോടും വിയോജിച്ച സമസ്ത നായർ സമാജത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ SNS തീരുമാനിച്ചതെന്നും നവംബർ 2 ഇതിന്റെ ഉദ്ഘാടനം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ SNS ശാഖാ പ്രസിഡന്റ് R പുരുഷോത്തമൻ പിള്ള, സെക്രട്ടറി PR നരേന്ദ്രൻ, SNS മധ്യമേഖലാ കോർഡിനേറ്റർ ഗോപകുമാർ പുല്ലാട്, ട്രഷറർ BK അനിൽകുമാർ, കമ്മിറ്റി അംഗം ദിനചന്ദ്രക്കുറുപ്പ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.